ഹിസ്റ്റോളജിക്കൽ സ്റ്റെയിനിങ് ടെക്നിക്കിൽ മൗണ്ടിങ് എന്ന വിഷയമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. മൗണ്ടിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ടിഷ്യൂ ഫോർ മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ടിഷ്യൂവിൻ്റെ അവസാന സ്റ്റേജിനെയാണ്, അല്ലെങ്കിൽ സ്പെസിമെൻ തയ്യാറാക്കുന്ന അവസാന സ്റ്റേജിനെയാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. മൗണ്ടിങ്ങിന് ചില പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ മൗണ്ടൻസിന്, അതായത് മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് മൗണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കളർലെസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. ടിഷ്യൂവിനെ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം അതെന്തായിരുന്നാലും അത് നിറമില്ലാത്തതും ട്രാൻസ്പെറൻറ്റ്, ലൈറ്റ് കടന്നു പോകുന്നതും ആയിരിക്കണം. രണ്ടാമത്തത് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ്ലി ഇൻഫിൽട്രേറ്റ് ആൻഡ് ഫിൽ ടിഷ്യൂ സ്പേസസ്. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പെസിമെനിലേക്ക് ഇൻഫിൽട്രേറ്റ്, കടന്നു ചെന്ന് ടിഷ്യൂവിൻ്റെ സ്പേസുകളിലെല്ലാം കടന്നിരിക്കാൻ അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ തക്ക വിധത്തിലുള്ള ഒന്നായിരിക്കണം മൗണ്ടൻറ്റുകൾ. മൂന്നാമത്തത് ഇറ്റ് ഷുഡ് ഹാവ് നോ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ടിഷ്യൂ കമ്പോണൻറ്റ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന മൗണ്ടൻറ്റുകൾക്ക് സ്പെസിമെനിന് ഒരു അഡ്വേഴ്സ് എഫക്റ്റും, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്താൻ പറ്റുന്ന ഒന്നായിരിക്കരുത് മൗണ്ടൻറ്റുകൾ. നാലാമത്തത് ഇറ്റ് ഷുഡ് ബി റെസിസ്റ്റൻറ്റ് ടു കണ്ടാമിനേഷൻ, പർട്ടിക്കുലർലി ഫോർ മൈക്രോ ഓർഗാനിസംസ്. പെർമനൻ്റ് മൗണ്ട് പോലെയുള്ള സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മൗണ്ടൻറ്റുകൾ പ്രത്യേകിച്ച് മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ ഈ സ്പെസിമെനിൽ മൈക്രോ ഓർഗാനിസം വളരുന്നതിനോ മൈക്രോ ഓർഗാനിസംസ് മൗണ്ടൻറ്റുകളെ നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ളതോ ആയിരിക്കരുത് മൗണ്ടൻറ്റുകൾ എന്നുള്ളതാണ് മൗണ്ടൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. അഞ്ചാമത്തത് ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് ദ സ്പെസിമെൻ ഫ്രം ഫിസിക്കൽ ഡാമേജ് ആൻഡ് കെമിക്കൽ ആക്ടിവിറ്റി. നമ്മൾ എടുക്കുന്ന സെക്ഷനിൽ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടുള്ള ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം മൗണ്ടൻറ്റുകൾ. ആറാമത്തത് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി മിക്സ് ഓൾ പ്രൊപ്പോർഷൻസ് വിത്ത് ഡീഹൈഡ്രൻറ്റ് ഓർ ക്ലിയറിംഗ് ഏജൻറ്റ്. പൂർണ്ണമായിട്ടും ക്ലിയറിംഗ് ഏജൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഡീഹൈഡ്രൻറ്റുമായിട്ടോ പൂർണ്ണമായിട്ടും മിക്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലയിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം മൗണ്ടൻറ്റ്. ഏഴാമത്തത് ഇറ്റ് ഷുഡ് സെറ്റ് വിത്തൗട്ട് ക്രിസ്റ്റലൈസിങ്, ക്രാക്കിംഗ് ഓർ ഷ്രിങ്കിങ് ഓർ അതർവൈസ് deform the material being mounted and not react with, leach or induce fading in stain. ഉപയോഗിക്കുന്ന മൗണ്ടൻറ്റുകൾ ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കുന്നതായിരിക്കണം, ക്രാക്ക് ചെയ്യാതിരിക്കുന്ന, പൊട്ടലുകൾ വീഴാതിരിക്കുന്നതായിരിക്കണം, ഷ്രിങ്ക് ചെയ്യുക, ചുരുങ്ങിപ്പോകാത്തതായിരിക്കണം, ഡീഫോം ദ മെറ്റീരിയൽ ബീയിങ് മൗണ്ടഡ്, അതായത് നമ്മൾ ഏത് മെറ്റീരിയലിൻ്റെ മുകളിലാണോ മൗണ്ടൻ്റ് ഉപയോഗിക്കുന്നത് ആ മൗണ്ടൻ്റ് മെറ്റീരിയലിനെ അല്ലെങ്കിൽ സ്പെസിമെനെ ഡീഫോം, അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച് വരുത്താത്തതും ആയിരിക്കണം, ലീച്ച് ചെയ്യാത്തതോ അല്ലെങ്കിൽ അഴുക്കാത്തതോ, ഫെയ്ഡിങ് ദ സ്റ്റെയിൻ, നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂവിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയിന് അതിൻ്റെ ഫെയ്ഡ്, അതിൻ്റെ കളർ പോകാത്ത തരത്തിൽ ഉള്ളതും ആയിരിക്കണം മൗണ്ടൻറ്റുകൾ. അവസാനത്തത് ദ മൗണ്ടൻസ് മേ ബി ഹൈഡ്രോഫോബിക് ഓർ ഹൈഡ്രോഫിലിക്. മൗണ്ടൻറ്റുകൾ ഒന്നുകിൽ വെള്ളത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ജലാംശം ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ ജലാംശത്തിന് വിരുദ്ധമായിട്ടുള്ളതോ ആയിരിക്കാം. അപ്പോൾ മൗണ്ടൻറ്റുകളെ പ്രധാനമായിട്ടും ഹൈഡ്രോഫോബിക് എന്നും ഹൈഡ്രോഫിലിക് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഹൈഡ്രോഫോബിക് മൗണ്ടൻസ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ ജലാംശം ഇഷ്ടമില്ലാത്തത് എന്നതാണ് ഹൈഡ്രോഫോബിക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഉദാഹരണം കാൻഡ ബാൾസം, DPX. ദീസ് ആർ പെർമനൻ്റ് മൗണ്ടൻസ്. സാധാരണ ഉപയോഗിക്കുന്ന മൗണ്ടൻറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാൻഡ ബാൾസം, DPX. അതിനകത്ത് കാൻഡ ബാൾസം എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ആൻ oleoresin obtained from the bark of fir, Abies balsamea,
നേറ്റീവ് ഓഫ് നോർത്ത് അമേരിക്ക. ഏബിയസ് ബൽസാമിയ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൻ്റെ, ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വൃക്ഷത്തിൻ്റെ ബാർക്കിൽ നിന്നും, അതിൻ്റെ തോലിൽ നിന്നും, അല്ലെങ്കിൽ അതിൻ്റെ തോല് ചെത്തിയെടുക്കുമ്പോൾ ആ തോലിൽ നിന്നും ഊറി വരുന്ന ഒരു കറയാണ് ഈ കാനാബാളിസം എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെ കറയാണ് കാനാബാളിസം. ദ ഡ്രൈഡ് റെസിൻ ഈസ് ഫ്രീലി സോളബിൾ ഇൻ സൈലിൻ ആൻഡ് അതർ ഓർഗാനിക് സോൾവൻസ്. ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കാവുന്ന ഈ കാനാബാളിസം സൈലിനും മറ്റ് ഓർഗാനിക് സോൾവൻറ്റിലും ലയിപ്പിച്ച് നമ്മൾ സോൾവൻ്റായിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേജിൽ മൗണ്ടൻ്റായിട്ട് ഉപയോഗിക്കും. ഇതിന് ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്, ഇറ്റ് ഈസ് യെല്ലോയിഷ് വിത്ത് ഏജ്. ദീർഘകാലം ഇരിക്കുമ്പോൾ അതിൻ്റെ നിറം മഞ്ഞ നിറത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ കാണിക്കാറുണ്ട്. വെരി സ്ലോ ടു ഹാർഡൻ. ഇത് മൗണ്ടൻ്റായിട്ട്, അതായത് മുകളിലൊരു പാട പോലെ ഉപയോഗിക്കുന്ന ഒന്നതാണ് മൗണ്ടൻ്റ് എന്നതുകൊണ്ട് ഹാർഡൻ ചെയ്തു വരാൻ അല്പം സാവകാശം എടുക്കും. ഇൻക്രീസിംഗ്ലി അസിഡിക് ഓവർ ടൈം ആൻഡ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് കാറ്റയോണിക് ഡൈസ്. അതായത് ദീർഘകാലം ഇരിക്കുന്ന അവസ്ഥയിലേക്ക് സ്പെസിമെൻ സൂക്ഷിക്കുമ്പോൾ അതിന് അസിഡിക് നേച്ചർ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ സ്പെസിമെൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡിലെ സെക്ഷൻ്റെ കാറ്റയോണിക് ഡൈസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രവണതയും ഈ കാനബാളിസം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് DPX, ഡൈസ്റ്റെറീൻ പോളിസ്റ്റെറീൻ സൈലീൻ എന്നതാണ് DPXൻ്റെ പൂർണ്ണരൂപം. കോമൺലി യൂസ്ഡ് മൗണ്ടൻസ്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മൗണ്ടനാണ്. കളർലെസ് മീഡിയം ഇൻ വിച്ച് മോസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സാധാരണ സ്റ്റെയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റെയിൻ മെറ്റീരിയലുകളെയും സ്റ്റെയിനിൻ്റെ, അതായത് കളറ് നഷ്ടപ്പെടാതെ നിലനിർത്താൻ കഴിയുന്ന ഒരു മൗണ്ടൻ്റാണ് DPX എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത നോക്കാം. ഫാസ്റ്റ് ഡ്രൈയിങ് മൗണ്ടിങ് മീഡിയം പ്രിവെൻറ്റ്സ് മോയ്സ്ചർ ഫ്രം ഡെവലപ്പിംഗ് അണ്ടർ ദ കവർ ഗ്ലാസ് ആൻഡ് കോൺസിക്വൻറ്റ് ക്ലൗഡിംഗ് ഓഫ് ദ സ്പെസിമെൻ. DPXന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഡ്രൈ. നമ്മൾ കാനബാളിസം എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ പതുക്കെയാണ് ഹാർഡൻ ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ ചെയ്യുക എന്നത്. എന്നാൽ DPX വളരെ വേഗത്തിൽ ഡ്രൈ ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പ്രിവെൻറ്റ് മോയ്സ്ചർ ഫ്രം ഡെവലപ്പിംഗ് അണ്ടർ ദ കവർ ഗ്ലാസ്. സ്പെസിമെൻ്റെ മുകളിലായിട്ട് വെച്ചിരിക്കുന്ന കവർ ഗ്ലാസിന് അടിയിൽ മോയ്സ്ചർ രൂപപ്പെടുന്നത് തടയുവാൻ DPXന് കഴിയും. ആൻഡ് കോൺസിക്വൻറ്റ് ക്ലൗഡിംഗ് ഓഫ് ദ സ്പെസിമെൻ. അങ്ങനെ സ്പെസിമെന് ക്ലൗഡിംഗ്, അതായത് അതിൻ്റെ രൂപമാറ്റം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഉള്ള രൂപമാറ്റം ഉണ്ടാകുന്നത് തടയുവാനും ഈ DPXന് കഴിയും. ഇത് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് കോമൺ പ്ലാസ്റ്റിക് പോളിസ്റ്റെറിൻ ഇൻ എ സ്യൂട്ടബിൾ ഹൈഡ്രോകാർബൺ സോൾവൻ, യൂഷ്വലി സൈലിൻ. സൈലിനകത്ത് പ്ലാസ്റ്റിക്കും പോളിസ്റ്റെറിനും മിക്സ് ചെയ്ത് രൂപപ്പെടുത്തുന്ന ഒരു മൗണ്ടൻ്റാണ് DPX എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് സെറ്റ് ക്വിക്ക്ലി ആൻഡ് ഈസ് ഡൂയിങ് ഓഫൺ റിയാക്ട് ഫ്രം ദ എഡ്ജ് ഓഫ് ദ കവർ സ്ലിപ്പ്. വളരെ പെട്ടെന്ന് കട്ടിയാകുന്നത് കൊണ്ട് കവർ സ്ലിപ്പിൻ്റെ എഡ്ജിൽ ക്രാക്കുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് എഡ്ജുകൾ കട്ടിയുള്ളതായിട്ട് മാറുന്ന സാധ്യതയുണ്ട്. ദിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ആഡിങ് polystyrene which is thought to resist the effect by forming a mesh with the polymerized plastic. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ്, പോളിസ്റ്റൈസർ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഇങ്ങനെ കവർ സ്ലിപ്പിൻ്റെ എഡ്ജിലുണ്ടാവുന്ന ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അടുത്തത് ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ അക്വസ് മൗണ്ടൻസ്. ജലാംശം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജലാംശം ഉള്ള മൗണ്ടനുകൾ. ഒന്നാമത്തത് വാട്ടറാണ്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൗണ്ടൻ്റാണ് വാട്ടർ എന്ന് പറയുന്നത്. ഹൗ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് പ്രകാശം വളരെ വേഗത്തിൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കുറവ് കാണിക്കുന്ന ഒരു മീഡിയമാണ് വാട്ടർ. യൂസ്ഡ് ആസ് ടെമ്പററി മൗണ്ടൻ ഫോർ സം
all specimens for examining certain micro organisms live. സാധാരണയായിട്ട് മൈക്രോ ഓർഗാനിസത്തെ, ബാക്ടീരിയ അല്ലെങ്കിൽ പാരമീസിയം തുടങ്ങിയ ഏകകോശ ജീവികളെ ജീവനോടെ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൗണ്ടൻ്റ്, അതായത് വെറുതെ പെട്രി ഡിഷിനകത്ത് നമ്മൾ വെള്ളമൊഴിച്ച് ആ സ്പെസിമെനെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതൊരു സലൈൻ മൗണ്ടായിട്ടാണ് അല്ലെങ്കിൽ സലൈൻ സൊല്യൂഷനായിട്ടാണ് ഈ വാട്ടർ മൗണ്ടൻ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോൾ മറ്റൊരു ഹൈഡ്രോഫിലിക് മൗണ്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ടെമ്പററി മൗണ്ടൻ്റ് വിത്ത് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ലോങ്ങർ ഡ്രൈയിങ് ടൈം ദാൻ വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്. വെള്ളത്തെ പോലെ പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തില്ല. കാരണം നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ ഒരു കവർ സ്ലിപ്പിലോ അല്ല ഒരു പെട്രി പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിലോ ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തെ ഒബ്സർവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു ഡ്രോപ്പ് വാട്ടർ മാത്രമാണ് സാധാരണ മൗണ്ടൻ്റായിട്ട് ഉപയോഗിക്കുക. അത് അല്പനേരം ഒരു 4-5 മിനിറ്റ് എടുത്താൽ ആ വാട്ടർ, ഒരു ഡ്രോപ്പ് വാട്ടർ പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടും, ഈ മൈക്രോസ്കോപ്പിൻ്റെ, നമുക്ക് ഇലക്ട്രിക് മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ചൂട് ഒക്കെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ ചൂട് തട്ടിയിട്ട് ഈ വാട്ടർ പെട്ടെന്ന് ഡ്രൈ ചെയ്ത് പോകാം. അപ്പം വാട്ടർ മൗണ്ടൻ്റിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് ഗ്ലിസറോളിലൂടെ പരിഹരിക്കാൻ കഴിയും. ഗ്ലിസറോള് വളരെ വേഗത്തിൽ ഡ്രൈ ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് വളരെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള നല്ലൊരു മൗണ്ടൻ്റാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് ബഫേർഡ് ഗ്ലിസറോൾ ഈസ് കോമൺലി യൂസ്ഡ് ടു മൗണ്ട് സെക്ഷൻസ്. ഫോസ്ഫേറ്റ് ബഫർ അല്ലെങ്കിൽ ഫോസ്ഫേറ്റിൻ്റെ ബഫർ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഗ്ലിസറോളാണ് സാധാരണയായിട്ട് നമ്മൾ മൗണ്ടൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലിസറോൾ ആ ഫോമിൽ ഫോസ്ഫേറ്റ് ബഫറും കൂടി ചേർന്ന ഫോമിലാണ് നമ്മൾ ഗ്ലിസറോൾ മൗണ്ടൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ക്ലാസ്സിലുള്ളത്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ സംശയങ്ങൾ തീർക്കുന്നതായിരിക്കും. താങ്ക് യു.